ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കാണുമ്പോൾ അവളുടെ ടെലിഫോൺ നമ്പർ വാങ്ങുകയാണ്, പിന്നീട് അവളുമായി ചാറ്റ് ചെയ്യുകയാണ്. അതുപോലെ ആ പെൺകുട്ടിയും കാണുന്ന ചെറുപ്പക്കാരനെ വിളിച്ച് ശല്യം ചെയ്യുകയാണ്. ഇവിടെ ഇസ്ലാമിക ശരീഅത്ത് ആ ആണും പെണ്ണും ചിന്തിക്കുന്നില്ല. അതിന്റെ ഭവിഷ്യത്ത് ഞാൻ പറയണോ? പാരത്രിക ലോകത്തുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ ഭൂമിയിലുള്ളത് തന്നെ പറയട്ടെ. ഈ അടുത്ത് എന്നെ ഒരാൾ ടെലിഫോൺ ചെയ്തു, വിളിച്ചിട്ട് ചോദിച്ചത് എന്താണെന്നറിയോ? ഇന്തോനേഷ്യയിലോ ഫിലിപ്പൈനിലോ, എനിക്കിപ്പോൾ കൃത്യമായി ഓർമ്മയില്ല, രണ്ടിലൊരു രാഷ്ട്രത്തിലുള്ള ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഗൾഫ് രാജ്യങ്ങളിൽ രാജ്യത്ത് താമസിക്കുന്ന മലയാളിയായ ഒരു ചെറുപ്പക്കാരൻ പ്രേമിച്ചിരിക്കുന്നു. അതെങ്ങനെ? ഇത്രയും ദൂരെയുള്ള രണ്ടാളുകൾ തമ്മിൽ അത് ഓൺലൈൻ ബന്ധമാണ്. ഞാനിങ്ങനെ ആലോചിച്ച് പഠിച്ചവനെ, ഇന്ന് വരെ ഒരു പോത്തും ഇന്ന് വരെ ഒരു കോളയും ഒരു കാളയും ഓൺലൈനിൽ പ്രേമിച്ചിട്ടില്ല. മനുഷ്യനേക്കാൾ അത് ഈ മൃഗങ്ങളെക്കാൾ മനുഷ്യൻ ചിലപ്പോൾ അതപ്പതിച്ചു പോകുന്നു എന്ന് പറഞ്ഞല്ലോ. അങ്ങനെ ഒരു പ്രേമം. സുബ്ഹാനല്ലാഹ് ജലാലു. ആരോ പറയുന്നത് കേട്ടു, ഇസ്ലാമിന്റെ വിരോധികളായിരിക്കും പറഞ്ഞത്, ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു ജിഹാദ് ഉണ്ട്. അങ്ങനൊന്നും ഇസ്ലാമിൽ ഇല്ല കേട്ടോ. അന്യ സ്ത്രീയെ പ്രേമിക്കുന്ന ഒരു ജിഹാദ് അങ്ങനെ ഇസ്ലാമിൽ ഇല്ല. അങ്ങനെ ഒരു ജിഹാദ് ഇസ്ലാമിൽ ഇല്ല. ചിലർ ചോദിക്കും, നമ്മളെ മതത്തുനിന്ന് ആരെങ്കിലും ഒരാളെ, ഏതെങ്കിലും ഒരു പെണ്ണിനെ വേറെ ഏതോ ഒരു മതക്കാരനോ മതമില്ലാത്തവനോ പ്രേമിച്ച് കൊണ്ടുപോയാൽ അതിന് പകരം വീട്ടണ്ടേ? അതിനങ്ങനെ പകരം വീട്ടണ്ട, അങ്ങനെ പകരം വീട്ടണ്ട. കള്ളും കുടിച്ച് വന്ന് ചീത്ത പറഞ്ഞാൽ കള്ളും കുടിച്ച് പോയി ചീത്ത പറഞ്ഞിട്ട് പകരം വീട്ടണ്ട. മനസ്സിലായില്ലേ? ഇസ്ലാമിൽ എല്ലാറ്റും നിയമമുണ്ട്. ഒരു അന്യ പെണ്ണിലേക്ക് നോക്കാൻ തന്നെ അനുവദിക്കാത്ത ഇസ്ലാമിൽ പിന്നെ ലവ് ജിഹാദ് എങ്ങനെ? ഇസ്ലാമിന്റെ ശത്രുക്കൾക്ക് പലതും പറയാൻ അവസരം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. ഞാൻ പറഞ്ഞ വിഷയത്തിലേക്ക് പോകട്ടെ. അങ്ങനെ അകലെയുള്ള ഇന്തോനേഷ്യയിലുള്ള ഒരു പെണ്ണിനെ അങ്ങ് ഗൾഫിലുള്ള ഒരു പുരുഷൻ പ്രേമിച്ചിട്ട് വിവാഹം നടത്താൻ ഉദ്ദേശിച്ച് ഇയാൾ പെണ്ണിനെ കാണാൻ അവിടെ പോയി. രണ്ടും മുസ്ലിമീങ്ങളാണ്. അവിടെ പോയി കണ്ട് അങ്ങനെ തിരിച്ച് ഗൾഫിലേക്ക് വന്ന് അങ്ങനെ ഈ പെണ്ണിനോടും ബാപ്പനോടും കുടുംബത്തോടൊക്കെ ഗൾഫിൽ വരാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ ബാപ്പനും ഉമ്മനൊക്കെ കേരളത്തിൽ നിന്ന് വിളിച്ചവിടെ വരുത്തി. സുബ്ഹാനല്ലാഹ്. പെണ്ണങ്ങ് ഇങ്ങോട്ട് പോരുമ്പോ ബാപ്പയും ഉമ്മയും പറഞ്ഞു, ഞങ്ങളിന്റെ കൂടെ വരൂല. അവർക്കതെന്തോ പന്തികേട് തോന്നിയിട്ടുണ്ടാകാം, അല്ലെ ഭയം വന്നിട്ട് ആശങ്ക ഉണ്ടായിട്ടുണ്ടാകാം, വരൂലാർ. അപ്പൊ ഈ പെണ്ണ് ഒറ്റയ്ക്ക് കയറിങ്ങ് പോന്നു. ഒറ്റയ്ക്ക് യാത്ര ചെയ്യാൻ പറ്റുമോ ഒരു മുസ്ലിം പെണ്ണ്? വേറെ വിഷയം. ഏതായാലും ഒറ്റയ്ക്ക് കയറി ഇങ്ങോട്ട് പോന്നു. അവള് UAE-യിലെത്തി, അല്ലെങ്കിൽ ഗൾഫിലെത്തി. ആ ഗൾഫ് രാജ്യത്ത് ഈ പുരുഷന്റെ കൂടെ ജീവിക്കുന്നുണ്ട് ഉസ്താദെ. പക്ഷെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. അതിപ്പോ സ്വന്തം ബാപ്പയൊക്കെ ഇവിടെ ഉണ്ട്, ഇവളെ ബാപ്പ അങ്ങനെ പോന്നിട്ടില്ല. നിക്കാഹ് ചെയ്യാൻ വല്ല വകുപ്പുണ്ടോ എന്നാണ് എന്നെ വിളിച്ചു ചോദിച്ചു പോകുന്നത്. എന്നെ ടെലിഫോൺ ചെയ്ത് ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാൻ നിക്കാഹിന്റെ വകുപ്പും കാര്യങ്ങളൊക്കെ വേറെ, അത് നിങ്ങളെ കാളിയാരോട് ചോദിച്ചോളി, അല്ലെങ്കിൽ അവരെ കാളിയാരോട് ചോദിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അങ്ങനെ കുറേയൊക്കെ പറഞ്ഞു. ചിലപ്പോൾ ചില വകുപ്പൊക്കെ ഉണ്ടായിക്കൂടാവുന്നില്ല, അതൊക്കെ മസല വേറെ പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത്, അവിടെ നാട്ടിൽ ജീവിക്കുന്ന ബാപ്പ ഉമ്മയുടെയും കുടുംബത്തിന്റെയും സമാധാനവും സന്തോഷവും ഇതോടെ തകർന്നില്ലേ? അതുപോലെ തന്നെ ഇവന്റെ കുടുംബത്തിന്റെ സമാധാനവും തകർന്നില്ലേ? സുബ്ഹാനല്ലാഹ്. തിരക്കിട്ട് 100 പണിയെടുക്കുന്നതിനിടയിൽ നമ്മളും ഇതിന്റെ മസല പറയാൻ മെനക്കെടേണ്ടി വന്നില്ലേ? ആകെ എല്ലാവരുടെ സമാധാനവും ഈ ഒരു അപകടം പിടിച്ച പ്രേമം കൊണ്ട് നഷ്ടപ്പെട്ടില്ലേ? സുബ്ഹാനല്ലാഹ്. നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെയാണോ വിവാഹം നടത്തിയത്? നമ്മളെ മുൻഗാമികൾ, നമ്മളെ ബാപ്പയും ഉമ്മയും വിവാഹം നടത്തിയിട്ടില്ലേ? അതിലല്ലേ നമ്മൾ ജനിച്ചത്? അതെങ്ങനെയായിരുന്നു? അതേ, നമ്മുടെ അനുയോജ്യമായ ഒരു കുടുംബത്തിൽ നിന്ന് അന്വേഷണം വരുന്നു, അന്വേഷണം തുടരുന്നു. അങ്ങനെ അതാ പ്രാഥമികമായി നടക്കേണ്ടതൊക്കെ നടക്കുന്നു. നമ്മളെ ഉമ്മയെ അല്ലെങ്കിൽ പെങ്ങളെ അയച്ചിട്ട് ആ പെൺകുട്ടിയെ കാണാനയക്കുന്നു. ആ പെൺകുട്ടിയെ അവർ കണ്ടുവന്നിട്ട് ഓക്കെ പറയുന്നു. ഉമ്മ ഓക്കെ പറഞ്ഞു, പെങ്ങൾ ഓക്കെ പറഞ്ഞു. അങ്ങനെ നമ്മളെ അതാ വേണമെങ്കിൽ അവന്റെ ജേട്ടന്റെ ഭാര്യയും ഓക്കെ പറഞ്ഞു. എല്ലാവരും ഓക്കെ പറഞ്ഞതിന് ശേഷം അവനൊന്ന് കാണാൻ പോകുന്നു. അങ്ങനെ അവസ്ഥയെ വേണ്ടി ആദ്യം ഇവനല്ലേ കാണേണ്ടത്? അങ്ങനെ ഇസ്ലാമിലില്ല കേട്ടോ. അങ്ങനെ ഇസ്ലാമിലില്ല. ഇസ്ലാമിലുള്ള ആദ്യം അവൻ കാണുക എന്നല്ല, പിന്നെ അവൻ അവസാനം കാണുക. അതെന്തേ കാരണം? കാരണം ഇസ്ലാം എന്ന് പറഞ്ഞാൽ ശാസ്ത്രീയാണ്. ഇസ്ലാം സമാധാനത്തിനുള്ളതാ, അസമാധാനത്തിനുള്ളതല്ല. ഉമ്മ കണ്ട്, പെങ്ങൾ കണ്ട്, കാണവരെല്ലാം കണ്ട്, എല്ലാം റെഡിയായി. ഇനി ഇവൻ കണ്ടാൽ അപ്പൊ തന്നെ ഓക്കെ ആവും. അങ്ങനത്തെ ഒരു സമയത്തേ അവൻ കാണാൻ പോകാവൂ. എന്നാലുള്ള ഗുണം എന്താന്ന് ഞാൻ പറയണോ? ആർക്കും ചിന്തിച്ചാൽ മനസ്സിലാവൂലേ? നേരെ തിരിച്ചാണെങ്കിലോ, ഇവൻ പോയി കണ്ടു, ആ പെൺകുട്ടിക്ക് അവനെ ഇഷ്ടപ്പെട്ടു, ഇവന് അവളെയും ഇഷ്ടപ്പെട്ടു. 2 ദിവസം കഴിഞ്ഞിട്ട് ഉമ്മ പോയി നോക്കിയിട്ട് പറഞ്ഞത് പറ്റൂല. എന്തായി? മകന്റെ സമാധാനം പോയി, ആ പെൺകുട്ടിയുടെ സമാധാനം പോയി. 2 പേരുടെയും മനസ്സിൽ പ്രശ്നമായി. അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് ഇഷ്ടപ്പെട്ട 2 ആണിനെയും പെണ്ണിനെയും അകറ്റി നിർത്താൻ ഈ ഉമ്മയുടെ പോക്ക് കാരണമായി.
അതിന് മുമ്പാണ് ഉമ്മ പോയതെങ്കിലോ ഉമ്മ വേണ്ടെന്ന് പറഞ്ഞാൽ തന്നെ വേണ്ടെന്നങ്ങ് വെച്ചാൽ മതിയല്ലോ, പരസ്പരം കണ്ടിട്ടില്ലല്ലോ. എത്ര സുന്ദരമാണ് ഇസ്ലാമിന്റെ നിയമം. പക്ഷെ ഇസ്ലാമിന്റെ നിയമമൊന്നും നോക്കാൻ ഇപ്പൊ ആരും തയ്യാറല്ല. എല്ലാവർക്കും പറയാനുള്ളത് മുസ്ലിമിയക്ക് പ്രശ്നമാണ്, അഫ്ഗാനിസ്ഥാനിൽ പ്രശ്നമാണ്, അതേ സിറിയയിൽ പ്രശ്നമാണ്, ഇറാഖിൽ പ്രശ്നമാണ്, അതേ യമനിൽ പ്രശ്നമാണ്, ലോകത്താകെ പ്രശ്നമാണ്. സുബ്ഹാനല്ലാഹ്, ഈ പ്രശ്നം ആരുണ്ടാക്കിയതാണ്? നമ്മൾ ഇസ്ലാമിൽ നകന്നത് കൊണ്ടല്ലേ, നമ്മൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാഞ്ഞിട്ടല്ലേ. അള്ള പറഞ്ഞതല്ലേ, ഈമാനുണ്ടോ നിങ്ങളാണ് മഹോന്നതന്മാർ. വലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇസ്സത്ത് അല്ലാഹുക്കും അല്ലാഹുവിന്റെ റസൂലിനും മുഅ്മിനീങ്ങൾക്കുമാണ്. അള്ളാഹു പറഞ്ഞതല്ലേ, വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, ഈമാനുള്ളവരെ സഹായിക്കുമെന്നത് നമ്മൾ ഏറ്റെടുത്ത കാര്യമാണ് നബിയെ. അള്ളാഹിന്റെ ഖുർആനിൽ കളവുണ്ടാകുമോ? അള്ളാഹ് വാഗ്ദത്തം ലംഘിക്കോ? ലാ യുഖ്ലിഫുൽ മിആദ്, അള്ളാഹ് വാഗ്ദത്തം ലംഘിക്കൂല കേട്ടോ. പക്ഷേ അള്ളാഹ് ഖുർആനിൽ ഒരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്, ഔഫൂ ബിഅഹ്ദി ഊഫി ബിഅഹ്ദിക്കും, എന്റെ കരാറ് നിങ്ങൾ പാലിക്കണം, നിങ്ങളോടുള്ള കരാറ് ഞാനും പാലിക്കും. നമ്മൾ അള്ളാഹിനോടുള്ള കരാറ് പാലിക്കുന്നുണ്ടോ? അവന്റെ ഇസ്ലാമിക ശരീഅത്ത് അനുസരിച്ച് ജീവിതം കെട്ടിപ്പടുക്കുന്നുണ്ടോ? അതല്ല ആരെല്ലാമോ ചെയ്യുന്നത് നമ്മളും അനുധാവനം ചെയ്യുകയാണോ? നമ്മളെ ഇഷ്ടപ്രകാരം മറ്റുള്ളവർ ചെയ്യും പോലെ നമ്മളും ചെയ്യുകയാണോ? അത് നമുക്ക് പറ്റുമോ? സുഹൃത്തുക്കളെ, ഇസ്ലാമിന് നിയമവ്യവസ്ഥിതികളില്ലേ? സർവ വിഷയങ്ങളിലുമില്ലേ? എന്റെ മകൻ ഒരു പെണ്ണിന്റെ ചതിയിൽ പെട്ടിരിക്കുന്നു ഉസ്താദേ. വേറെ ചിലർക്ക് പറയാനുള്ളത്, ഞാൻ പെൺകുട്ടിയെ കോളേജിൽ അയച്ചു, അവിടുന്ന് അതാ ഒരാണിന്റെ ചതിയിൽ പെട്ടിരിക്കുന്നു. നമ്മളെ കുടുംബത്തോട് യോജിക്കൂല, നാട്ടിനോട് യോജിക്കൂല, ചിലപ്പോൾ മതത്തോടും യോജിക്കൂല. ഞങ്ങളെ കുടുംബം മുഴുവനും ടെൻഷനിലാണ്, പ്രശ്നത്തിലാണ്, എന്ത് പറഞ്ഞിട്ടും ഒഴിഞ്ഞു കിട്ടുന്നില്ല എന്ന് പറഞ്ഞ് നൂറുകണക്കിന് ആളുകൾ സങ്കടം പറയുന്നത് അനുഭവിക്കുന്നവനാണ് ഞാൻ അതുകൊണ്ടാ പറഞ്ഞത്, കുടുംബത്തിന്റെ സമാധാനം തകർന്നത് എന്തുകൊണ്ടാണ്? അതേ ശരീഅത്തിന്റെ നിയമം മറികടന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ. ഖുല്ലിൽ മുഅ്മിനീന യഗ്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും ഇന്നല്ലാഹ ഖബീറും ബിമാ യസ്നഊൻ. അന്യ സ്ത്രീകൾ അന്യ പുരുഷന്മാരിലേക്ക് നോക്കരുത്, അന്യപുരുഷന്മാർ അന്യ സ്ത്രീകളിലേക്ക് നോക്കരുത് എന്ന ഇസ്ലാമിക ശരീഅത്തിന്റെ നിയമം പാലിച്ച് ജീവിച്ചിരുന്നുവെങ്കിൽ ഈ കുടുംബങ്ങൾ തകരുമായിരുന്നോ? ഇസ്ലാമിക ശരീഅത്താകുന്ന കാറ്റലോഗ്, അല്ലാഹു തആല നമുക്ക് തന്ന കാറ്റലോഗ്, ആ നിയമം വ്യവസ്ഥകൾ അനുസരിച്ച് ജീവിച്ചാൽ മുസ്ലിമീങ്ങൾക്ക് പ്രശ്നങ്ങളില്ല, മുസ്ലിമീങ്ങൾക്ക് വ്യാകുലപ്പെടേണ്ടതില്ല. വകാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ, അതാ മുഅ്മിനീങ്ങളെ സഹായിക്കുമെന്ന കാര്യം നമ്മൾ ഏറ്റെടുത്തതാണ് നബിയേ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആൻ ഓതി നമ്മെ പഠിപ്പിച്ചതാണത്. അതിലേക്ക് നമ്മൾ തിരിച്ചു പോകണമെന്ന് എന്നോടും നിങ്ങളോടും വസിയ്യത്ത് ചെയ്ത് ചെറിയ ഒരു സംഭവം പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ പ്രസംഗം നിർത്തട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണം. അല്ലാഹ്, നീ പൊരുത്തപ്പെട്ട നാഫിയായ ഇൽമിന്റെ മജ്ലിസാക്കണം. അല്ലാഹ്, ഈ നേർച്ചയിലേക്ക് ആര് സംഭാവനകൾ അർപ്പിച്ചോ, ഇവിടുത്തെ മഖ്ബറയിലും ഇവിടുത്തെ ദർസിലും ദീനീ പ്രവർത്തനങ്ങളിലും ആര് സഹായങ്ങൾ അർപ്പിച്ചോ, ആരതിനു വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ, അതുപോലെ നിന്റെ ദീനിന്റെ ഖിദ്മത്ത് ലോകത്ത് ആര് ചെയ്യുന്നുണ്ടോ, ഞങ്ങളുടെ ദീനീ സംരംഭങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളുടെ ദീനീ സ്ഥാപനങ്ങളിലേക്ക് സംഭാവനകളും നേർച്ചകളും തരുന്ന ആര് എവിടെയുണ്ടോ അവരുടെ ഖൽബിൽ ഉദ്ദേശിച്ചത് നീ കൊടുക്കണം. അല്ലാഹ്, ഞങ്ങളെ ഖൽബിൽ ഉദ്ദേശിച്ച എല്ലാ ഖൈറായ വിഷയങ്ങളും നീ തന്നെ ഓശാരം തരണേ. അല്ലാഹ്,